ദിവസം തന്നെ 4 പേരും കൂടെ ഷാർക്കിനെ കാണാനായിട്ട് പോവുകയാണ്. ഇത് ടെയ്ലർ, പുള്ളിയാണ് ബോട്ടിന്റെ ക്യാപ്റ്റൻ. പുള്ളിക്കാരൻ പുതിയ ആൾക്കാരോട്, അതായത് ഈ ലിസയോടും കേറ്റിനോടും നിങ്ങൾക്ക് സ്കൂബ ഡൈവിംഗ് ഒക്കെ അറിയാമല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും കേറ്റ് ചാടിക്കേറി അറിയാമെന്നൊക്കെ കള്ളം പറയുന്നു. ഇവരെല്ലാവരും കൂടെ കേജ് ഡൈവിംഗ് ചെയ്യുന്ന ആ ബോട്ടിലേക്ക് എത്തി. ആ ഇരുമ്പ് കൂട് കണ്ടതും ലിസയ്ക്ക് ആകപ്പാടെ ഒരു ഡൗട്ടായി. എന്തായാലും ബോട്ട് പതിയെ നീങ്ങി തുടങ്ങി. അങ്ങനെ കുറച്ചധികം സമയങ്ങൾക്ക് ശേഷം അവർ നടുക്കടലിലെത്തിയിരിക്കുകയാണ്. ആ ബോട്ടിലെ ക്യാപ്റ്റന്റെ ഹെൽപ്പർ ആണെങ്കിൽ കുറച്ച് മീനിന്റെ വേസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് കലക്കിയ വെള്ളത്തിലേക്ക് ഒഴുകുകയാണ്. ഷാർക്കിനെ വിളിച്ചു വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അധികം താമസിക്കാതെ ഒരു വലിയ ഷാർക്കിനെ അവർക്ക് കാണാൻ സാധിക്കുന്നു. അതിനെ കണ്ടതും എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. എന്നാൽ ലിസയാണെങ്കിൽ ഇതൊന്നും കാണാൻ നിന്നില്ല. അവൾക്ക് യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. അവള് കേറ്റ് ഡൈവിങ്ങിന് പോകണ്ട എന്ന് പറയുന്നു. എന്നാൽ കേറ്റ് ഒരു തരത്തില് അവളെ സമ്മതിപ്പിക്കുന്നു. ആദ്യം ജേവിയറും ലൂയിസും ആണ് പോകുന്നത്. അവര് രണ്ടുപേരും എല്ലാവിധ സേഫ്റ്റി മെഷേഴ്സുകളോടും കൂടെ ഇരുമ്പ് കൂടിനുള്ളിൽ പ്രവേശിക്കുന്നു. വെള്ളത്തിനടിയിലേക്ക് പോയാലും ക്യാപ്റ്റനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ മെത്തേഡ്സ് ഒക്കെ ഇവരുടെ കയ്യിലുണ്ട്. ഈ ഇരുമ്പ് കൂട് വെറും 5 മീറ്റർ വരെയൊക്കെയാണ് ഇവർ വെള്ളത്തിലേക്ക് താഴ്ത്തുന്നത്. 5 മിനിറ്റിന് ശേഷം ജേവിയറും ലൂയിസും ഷാർക്കിനെയൊക്കെ കണ്ടിട്ട് സേഫ് ആയിട്ട് തിരിച്ചെത്തുന്നു. അടുത്തത് കേറ്റും ലിസിയുമാണ്. അവർ ഇതിനു വേണ്ട ഫുൾ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് റെഡി ആവുന്നു. ടെയ്ലർ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നൽകുകയാണ്. അവരുടെ കയ്യിലുള്ള ആ എയർ ബാഗ്, അതായത് ആ യെല്ലോ ടാങ്ക്, അതിലെ എയറിന്റെ അളവെന്ന് പറയുന്നത് 200 ആണ്. അത് 100 ആകുമ്പം ടെയ്ലറിനെ അറിയിക്കണം, അതുപോലെ 50 ആകുമ്പം പുള്ളി തിരിച്ചു കയറ്റും എന്നെല്ലാം പറയുന്നു. അത് മാത്രമല്ല, വെള്ളത്തിനടിയിൽ ഫാസ്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്താൽ എയർ പെട്ടെന്ന് തീർന്നു പോകും, അതുകൊണ്ട് സ്ലോ ആയിട്ട് ബ്രീത്ത് ചെയ്യണം എന്നെല്ലാം പുള്ളി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവർക്ക് പോകേണ്ട സമയമായി.